സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ ഇടനാഴിയുടെ അവസാനം, അധ്യായം 31. കുഴഞ്ഞ മനസ്സുമായി നിമിഷനേരത്തോളം നിന്നുപോയി താൻ. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വരവ്. ബാലൻ മാഷില്ലേ? AOയിൽ പോയിരിക്കുകയാണ്. HMനെ കാണാനായിരിക്കുമെന്ന് കരുതി. മായയെ കാണാനാണ് വന്നത്. അറുത്തു മുറിച്ചായിരുന്നു ഉത്തരം. അസുഖകരമായ ഒരു മൗനം ഇരുവർക്കുമിടയിൽ തെല്ലിട തങ്ങി നിന്നു. ഇരിക്കൂ. അപ്പോൾ ആതിഥേയ താനാണ്. ആ അസുലഭ ഭാഗ്യം ആദ്യമായി വീണു കിട്ടിയത് വല്ലാത്തൊരു സന്ദർഭത്തിലാണെന്നോർത്തു. ആൾ നിശ്ചലം നിൽക്കുകയാണപ്പോഴും. ഈ വരവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലേ? മനസ്സ് വീണ്ടും ആവർത്തിക്കുന്നു. ഈശ്വര, ഈ പൊരിവെയിലത്ത് തന്നെ കാണാനായി മാത്രം. ഉള്ളിൽ അവശേഷിച്ചിരുന്ന കാലുഷ്യത്തിന്റെ അവസാന കണികയും ചോർന്നു പോയിരിക്കുന്നതറിഞ്ഞു. യാദൃശ്ചികതയുടെ അമ്പരപ്പ് അപ്പോഴും വിട്ടുപോയിരുന്നില്ല. സ്കൂളിൽ വെച്ച് മറ്റാരുടെയും സാന്നിധ്യമില്ലാതെ ആദ്യമായാണ് ഒരു കൂടിക്കാഴ്ച. വരാന്തയ്ക്കപ്പുറത്ത് നിന്ന് കുട്ടികളുടെ ആരവം കേൾക്കാം. കളിച്ച് തിമിർക്കുകയാണവർ. ഊണ് കഴിഞ്ഞ് ആരെങ്കിലും മടങ്ങി വന്നാൽ എന്താണ് ഇരുവർക്കും പറയാനുണ്ടാവുക? പൊയ്ക്കോളൂ, എനിക്ക് പേടിയാണ്. ആരെങ്കിലും കണ്ടുവന്നാൽ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടും. സ്വരത്തിലെ ആർദ്രതയോടൊപ്പം കണ്ണുകളും നിറഞ്ഞു. അറിയാം, വരാതിരിക്കാനാവില്ലെന്ന് തോന്നി. മായയ്ക്കറിയോ, ഇന്നലെ മുതൽ തീയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അതുവരെ വാക്കുകൾക്ക് വേണ്ടി പരതുകയായിരുന്നു ആൾ. ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ഞാനതൊക്കെ മനസ്സിന്ന് അപ്പോഴേ കളഞ്ഞു. വെറും ഒരു നുണയാണത് എന്നെ സമാധാനപ്പെടുത്താൻ. അല്ല, സത്യം. ആരും മനഃപൂർവ്വം ചെയ്തതല്ല ഒന്നും. എനിക്കതറിയാം. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ കാട്ടിയത്? രാവിലെ ഞാൻ എത്ര നേരം വരാന്തയിൽ നോക്കി നിന്നുവെന്നറിയോ, മായ ഇറങ്ങി വരുന്നതും കാത്ത്. ആ വാക്കുകളിൽ ദുഃഖത്തിന്റെ നനവ് പുരണ്ടിരുന്നു. ഉള്ളിൽ എവിടെയൊക്കെയോ ഉറവകൾ പൊട്ടിയൊഴുകി. വെറുതെ ആയിരുന്നില്ലേ ആ ദുശാഠ്യമെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇന്നലെ എന്നോട് പറഞ്ഞത് ഓർത്തു പോയിട്ടാണ്. മാപ്പ്. മാപ്പ് ചോദിക്കേണ്ടത് മായയല്ല, ഞാനാണ്. ആര് ചെയ്ത തെറ്റിനാണ് ചോദിച്ചു തുടങ്ങേണ്ടതെന്ന് എനിക്കിപ്പോഴും നിശ്ചയമില്ല. പരാജിതന്റെ ദൈന്യം തിരിനീട്ടിയ വാക്കുകൾ. ആ നാവിൽ നിന്നും ഇതുപോലൊന്നും കേൾക്കാൻ താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ഓർത്തു. ഇങ്ങനെയൊന്നും പറയരുത് എന്നോട്. കണ്ണുകൾ നിറഞ്ഞു വരുന്നതറിഞ്ഞു. കരയുകയാണോ പിന്നെയും? സാന്ദ്രമായിരുന്നു ആ സ്വരം. അല്ല. സാരിത്തുമ്പെടുത്ത് മിഴികളൊപ്പി. മനസ്സിലെ വിതുമ്പൽ അടങ്ങുന്നില്ല. ആ മുഖത്തേക്ക് നോക്കിയാൽ നിയന്ത്രണം കൈവിട്ടേക്കുമെന്ന് അനുനിമിഷം ഭയന്നു. ഇനി നിൽക്കണ്ട, പൊയ്ക്കോളൂ, പോകാം. അതിനു മുൻപ് പറയേ, അതൊക്കെ മറന്നു കളഞ്ഞെന്ന്. ആ പഴയ മായ തന്നെയാണെന്ന് 100 വട്ടം പറയണോ? കണ്ണുനീരിനിടയിലും മന്ദഹസിക്കാൻ ശ്രമിച്ചു നോക്കി. വേണ്ട, ഇങ്ങനെയൊന്ന് ചിരിക്കാനെങ്കിലും കഴിഞ്ഞല്ലോ, അതുമതി. സ്തോഭത്തിന്റെ ഇടർച്ചയൊന്നും ഇപ്പോഴാ ശബ്ദത്തിലില്ലെന്ന് ഒട്ടൊരാശ്വാസത്തോടെ അറിഞ്ഞു. ഞാൻ പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞതും ആൾ തിരിഞ്ഞു നടന്നു. ഹൃദയം പറഞ്ഞു പോവുകയാണെന്ന് തോന്നി. ആ സാമീപ്യം ഒരു കുളിർമയായി തന്നെ പൊതിഞ്ഞു നിൽക്കുകയായിരുന്നുവെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. വിളിക്കണമെന്നുണ്ട്, പക്ഷേ വയ്യല്ലോ. യാത്ര പറഞ്ഞുപോയ ആൾ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ ജനാലയ്ക്കൽ നിശ്ചലം നോക്കി നിന്നതോർക്കുന്നു. പിന്നീട് നേർക്കുനേരെ നിന്ന് സംസാരിച്ചത് തനിക്ക് PSCയുടെ സെലക്ഷൻ കാർഡ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ്. വഴിവെക്കൽ വെച്ച് ഒറ്റ ശ്വാസത്തിൽ ആ കാര്യം പറയേണ്ടി വന്നു. ആ കണ്ണുകളിലെ അമ്പരപ്പ് ഇന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഖത്ത് പടർന്നു കയറിയ വിവർണത ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്തു. എന്തോ പറയാൻ ഭാവിച്ചതുപോലെ തെല്ലിട നിന്നുപോയി ആൾ. ആരോ വരുന്നത് കണ്ട് വീണ്ടും നടത്തം തുടങ്ങിയത് താനാണ്. മനസ്സിൽ ഉറഞ്ഞുകൂടിക്കൊണ്ടിരുന്ന അസ്വസ്ഥതയോടെ തള്ളി നീക്കുകയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങൾ. കണ്ടുമുട്ടുമ്പോഴൊക്കെ മൂടിക്കെട്ടി നിന്ന ആകാശത്തിന്റെ കാളിമ ആ മുഖത്ത് നിഴലിച്ചു കിടന്നു. പുറത്തു കാണിക്കാനാവാത്ത നൊമ്പരം ഇരുവരുടെയും ഉള്ളിലിരുന്ന് വിങ്ങി. ആ വിങ്ങൽ ഇന്നും തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. സ്നേഹത്തിന്റെ ശക്തി വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് മാത്രമേ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എല്ലാം വിട്ടെറിഞ്ഞു പോന്നതിന് ശേഷമാണ്. ഏറ്റവും ഒടുവിലുണ്ടായതോർക്കുന്നു. യാത്ര പറയാനായി വെറ്റിലപ്പറമ്പിലേക്ക് ചെന്നു കയറിയ രംഗം. ഹസനയ്ക്കുണ്ടായിരുന്നു ഉമ്മറത്ത്. ആ നോട്ടം തന്നിൽ തന്നെ തങ്ങി നിന്നു. വികാരഭേദങ്ങളൊന്നുമില്ലാതെ തികച്ചും സൗമ്യനായി സാധാരണ കാണാറുള്ള ഒരാളോടെന്ന മട്ടിൽ. എന്നിട്ടും മനസ്സ് പതറാതിരുന്നില്ല.
അയൂബ് ഉണ്ടായിരുന്നു ഉമ്മറത്ത്, തന്റെ വരവും പ്രതീക്ഷിച്ച്. അന്ന് കോളേജിൽ നിന്ന് മടങ്ങുന്ന വഴി ലോഡ്ജിന്റെ പടിക്കൽ കാത്തുനിന്ന് താൻ പറഞ്ഞതാണ്. കോയാക്ക പറഞ്ഞറിഞ്ഞിരുന്നു. പോയാൽ ഇനി ടീച്ചർ ഇങ്ങോട്ടൊന്നും വരില്ലേ? പ്രസന്നത ചോർന്നു പോയിരുന്നു അയൂബിൽ നിന്ന്. വരും. ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കുമ്പോഴും വരാതിരിക്കാൻ മായയ്ക്കാവില്ലെന്ന് മനസ്സ് ഉരുവിടുകയായിരുന്നു. വ്യാകുലത പൂണ്ട ഒരു കൂട്ടം മുഖങ്ങളെയാണ് പിന്നീട് നേരിടേണ്ടി വന്നത്. ടീച്ചർ ഇവിടെ ഉള്ളത് നമുക്കൊരു കൂട്ടായിരുന്നു. പോയാൽ ഈ വഴിയൊക്കെ മറന്നേക്കും, കൽമേയി പറഞ്ഞു. മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം കൽമേയി. ഗദ്ഗതം വാക്കുകളെ വികലമാക്കിയിരുന്നു. നമ്മൾ വെറുതെ പറഞ്ഞതാണ് ടീച്ചറെ, പുറത്തേക്ക്. വല്യമ്മ കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേറ്റിരുന്നു. നല്ലത് വരും മോളെ. ആ അനുഗ്രഹം ഏറ്റുവാങ്ങി. ഒടുവിൽ വിട ചോദിക്കേണ്ടി വന്ന ആളിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിങ്ങിപ്പൊട്ടാതിരിക്കാൻ പല പ്രാവശ്യം ശ്രമിക്കേണ്ടി വന്നു. താഴേക്കിറങ്ങി വന്ന ഗോവണിയും ചാരി നിശ്ചലം നിൽക്കുകയായിരുന്നു അബു. ആ കൺകോണുകൾ ചുവന്നിരുന്നു. ഒരു വിടവാങ്ങലിന് വേണ്ടി സജ്ജമാക്കുകയായിരുന്നു ആ മനസ്സെന്ന് തനിക്കറിയാം. തന്റെ അവസ്ഥയും ഭിന്നമായിരുന്നില്ലല്ലോ. എന്നിട്ടും ആ നിമിഷങ്ങളിൽ ആത്മനിയന്ത്രണം കൈവിടാതിരിക്കാൻ പണിപ്പെടേണ്ടി വന്നു. പോവുകയാണ്, കഴിയുന്നതും നാളെ തന്നെ ജോയിൻ ചെയ്യണം. പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടായില്ല. നോട്ടം മറ്റെങ്ങോ ആണ്. തളത്തിൽ ആ വിടപറയലിന് സാക്ഷിയായി അയ്യൂബും കൽമിയയും ഉണ്ടായിരുന്നു. എപ്പോഴാണ് ബസ്? 8 മണി കഴിഞ്ഞാണ്. അയ്യൂബോ ചേക്കുട്ടിയോ വരും കൊണ്ടാക്കാൻ. സ്വന്തം വിഹ്വലത സ്വരത്തിൽ കടന്നുകൂടാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും. പിന്നീട് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിഞ്ഞില്ല. പടിയിറങ്ങി നടക്കുമ്പോൾ തളർന്ന കാലുകൾക്ക് വല്ലാത്ത ഭാരമുണ്ടെന്ന് തോന്നി. ഇന്നും ആ രംഗം കൺമുമ്പിൽ നിന്നും മാഞ്ഞിട്ടില്ല. ഗോവണിയും ചാരി മറ്റെങ്ങോ കണ്ണുകൾ അയച്ചു നിന്ന ആ നിൽപ്പ് നീറുന്ന ഒരോർമ്മയായി ഉള്ളിൽ കിടക്കുന്നു. വീണ്ടും ഒരിക്കൽ വെറ്റിലപ്പറമ്പിൽ എത്തിക്കിട്ടാൻ മനസ്സ് ധൃതി കൂട്ടി. താൻ അയച്ച കത്തുകൾക്ക് മറുപടി ഇല്ലാതായപ്പോഴാണ് ആ അഭിവാഞ്ചയ്ക്ക് തീവ്രതയേറിയത്. സുദീർഘമായൊരു കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ അയ്യൂബിന് എഴുതേണ്ടി വന്നു. ഇക്കാക്കായ്ക്ക് താൻ എഴുതിയിട്ട് മറുപടി കിട്ടിയില്ലെന്ന് വെറുതെ സൂചിപ്പിക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചിരുന്ന ദിവസങ്ങളിൽ തന്നെ അയ്യൂബ് എഴുതി. പഠിപ്പിനെക്കുറിച്ചും വീട്ടിലുള്ളവരുടെ സുഖവിവരങ്ങളെക്കുറിച്ചും വിവരിച്ച കൂട്ടത്തിൽ അബൂക്കായോട് ടീച്ചറിന് മറുപടി എഴുതുന്ന കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു. ആ വാക്കുകളിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയായിരുന്നു മനസ്സ് പിന്നീട്. പക്ഷേ താൻ ആഗ്രഹിച്ചിരുന്ന ആ കത്ത് മാത്രം തന്നെ തേടി വന്നില്ല. പകരം അയ്യൂബ് എഴുതിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന ഒറ്റ വാചകത്തിൽ അവൻ വെറ്റിലപ്പറമ്പിലുള്ളവരുടെ ക്ഷേമങ്ങൾ ഒതുക്കി. അബൂക്ക ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും എല്ലായ്പ്പോഴും അവയുടെ നടുവിലാണെന്നും എന്നോ ഒരിക്കൽ എഴുതിയത് മനസ്സിൽ ഉടക്കിക്കിടന്നു. അയ്യൂബിന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. കുറേ നാളുകൾ കഴിഞ്ഞു വന്ന ഒരു കത്തിലാണ് വല്യമ്മയുടെ മരണവിവരം കുറിച്ചിരുന്നത്. ഒരു പാതിരാവിൽ ഹോസ്റ്റലിൽ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അത്രടം വരെ ഒന്ന് പോയി വരണമെന്ന ആഗ്രഹം മുളയിലെ നുള്ളിക്കളയേണ്ടി വന്നു. അച്ഛൻ്റെ രോഗാവസ്ഥ തന്നെയായിരുന്നു കാരണം. പിന്നീട് എപ്പോഴോ അയ്യൂബിൻ്റെ കത്തുകളുടെ വരവ് നിലച്ചു. പഠിപ്പിൻ്റെ തിരക്കിൽ അവൻ തന്നെ മറന്നിട്ടുണ്ടാവും. വീണ്ടും ഒരു കത്തയച്ച് ശല്യപ്പെടുത്തിയതുമില്ല. അതൊക്കെ കഴിഞ്ഞു പോയിട്ട് വർഷങ്ങൾ എത്ര കടന്നു പോയിരിക്കുന്നു? 5 6 വ്യക്തമായ ഒരു ഉത്തരം കണ്ടുപിടിക്കാനാകുന്നില്ല. ഇപ്പോഴും മനസ്സിന് പിടികിട്ടാത്ത ഒരു ചോദ്യം ഉള്ളിൽ മുട്ടിയുഴലുന്നു. ഒരു മറുപടി എഴുതാതിരിക്കാൻ തക്കവണ്ണം താൻ എന്ത് തെറ്റ് ചെയ്തു? ആ സമസ്യയ്ക്ക് മുന്നിൽ ഇച്ഛാശക്തി തന്നെ നഷ്ടമായിരുന്ന ദിവസങ്ങൾ. ജീവിതം തന്നെ അർത്ഥമില്ലാത്ത ആവർത്തനമാണെന്ന് തോന്നിത്തുടങ്ങിയിരുന്നു ആ നാളുകളിൽ. പ്രത്യാശിക്കാനൊന്നുമില്ലാതെ ആർക്കോ വേണ്ടി ഒരു യന്ത്രം കണക്കെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയായിരുന്നില്ലേ ഇത്ര നാളും? കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്ന ഓരോ രാവിലും ആശങ്കയും ഉദ്യോഗവും തന്റെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിച്ചിരുന്നു. എന്തെങ്കിലും ഒരു കൂടിക്കാഴ്ചയുണ്ടായാൽ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ആ രൂപം തന്നെയാവുമോ മുന്നിലുണ്ടാവുക? അതോ എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ? അതിനപ്പുറം ചിന്തിക്കാനാവുന്നില്ല. മനസ്സിന്റെ വഴിവിട്ടുള്ള പ്രയാണത്തെ പലപ്പോഴും കടിഞ്ഞാണിട്ട് പിടിക്കേണ്ടി വന്നു. ഊണിലും ഉറക്കത്തിലും ഈശ്വരനോട് മനമുരുകി പ്രാർത്ഥിച്ചിരുന്നതും മറ്റൊന്നല്ല. എന്നിട്ടും അനിശ്ചിതത്വത്തിലുള്ള ആശങ്ക ബോധതലത്തെ ഞെരിച്ചമർത്തുന്നു. ഇരുട്ട് വീണു കഴിഞ്ഞാണ് ബസ് സമ്മേളന നഗറിൽ ചെന്നെത്തിയത്.
ദൂരെ നിന്നുള്ളവർക്ക് രാത്രി തങ്ങാനുള്ള സൗകര്യവും ആ സ്കൂൾ തന്നെയായിരുന്നു. അങ്ങാടിയുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞു നിന്നിരുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ. വർഷങ്ങൾക്കു മുൻപ് സ്കൂൾ കോംപ്ലക്സുകൾ നടന്നിരുന്ന ഇടം. ട്യൂബ് ലൈറ്റുകളുടെ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങൾ കണ്ടപ്പോൾ ഓർമ്മയിൽ പുനർജനിച്ച പഴയ കാലങ്ങൾ. ഹൃദയം വിതുമ്പുകയാണ് പിന്നെയും പിന്നെയും. വിಠലപ്പറമ്പിലേക്ക് ചെന്നെത്താൻ ഇനി ഒരു രാവ് കൂടിയേ ബാക്കിയുള്ളൂ. പ്രസംഗങ്ങൾ കേൾക്കാനൊന്നും താൻ നിൽക്കില്ല. രാവിലെയും ഉച്ചതിരിഞ്ഞും നേതാക്കന്മാരുടെ ഒരു നീണ്ട പട്ടിക തന്നെ അതിനു വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാണ് പ്രകടനം. എല്ലാം തീരുമ്പോഴേക്കും സന്ധ്യയാവും. തനിക്ക് പോയി വരാൻ ധാരാളം സമയമുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ഈ 2 ബെഞ്ചുകൾ ചേർത്തിട്ട് കഴിഞ്ഞപ്പോൾ നടുനിവർക്കാനുള്ള കിടക്കയായി. ഞാനിനി എങ്ങോട്ടേക്കുമില്ല മായേ. മടങ്ങിപ്പോകാൻ നേരമേ ഇനി എഴുന്നേൽക്കുന്നുള്ളൂ. കാലുകൾ നീട്ടിവെച്ച് മലർന്നു കിടക്കുമ്പോൾ വിമല ടീച്ചർ പറഞ്ഞു. രാവിലെ ആകുമ്പോൾ ക്ഷീണമൊക്കെ പമ്പ് കിടക്കും ടീച്ചറെ, സുലേഖ സമാധാനിപ്പിച്ചു. മടക്കയാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ക്ഷീണം കൂടുന്നതേയുള്ളൂ. വിമല ടീച്ചർ ആകെ പരീക്ഷീണയായിരിക്കുന്നു. ടീച്ചർ നല്ലവണ്ണം ഒന്ന് ഉറങ്ങാൻ നോക്ക്, താൻ പറഞ്ഞു. ആ ഹാളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഉറക്കമായി കഴിഞ്ഞിട്ടും നിദ്ര തന്നിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് മായ അറിഞ്ഞു. വീട് മാറിയിട്ടാവുമോ? വർഷങ്ങൾ കൂടി ആദ്യമായാണ് മറ്റൊരിടത്ത് അന്തി ഉറങ്ങുന്നത്. ഒരു രാവ് പോലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ കിടന്ന നാളുകളിൽ അച്ഛന് ശ്വാമായിരുന്നു കൂട്ട്. അവന് വെക്കേഷനായിരുന്നു. പകൽ താൻ കൂടി പോയിരിക്കും. പുരുഷന്മാരുടെ വാർഡായതുകൊണ്ട് ഒരുപാട് അസൗകര്യങ്ങൾ നേരിടേണ്ടിയും വന്നു. പേ വാർഡിൽ മുറിയെടുക്കാൻ അച്ഛൻ ഒട്ട് സമ്മതിച്ചതുമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരുന്നിട്ടും ഡോക്ടർക്ക് കൊടുക്കാനും മരുന്നിനും മറ്റുമായി രൂപ ചെലവാകുന്നതോർത്തായിരുന്നു ആ മനസ്സ് വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നത്. അവസാന നാളുകളിൽ ആശുപത്രിയിൽ വരാൻ കൂട്ടാക്കിയതുമില്ല. അവിടെ കിടന്നാലും ഈ മരുന്നൊക്കെ തന്നെയല്ലേ തരുന്നത്. ഞാനിനി എങ്ങോട്ടുമില്ല. ആ വാശിക്ക് മുൻപിൽ തനിക്ക് തോൽക്കേണ്ടി വന്നു. ഒടുവിൽ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ കവലയിൽ ആശുപത്രി നടത്തുന്ന ഡോക്ടറാണ് വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നത്. എനിക്കിനി മരുന്നും വേണ്ട, മണ്ണും വേണ്ട, മരിച്ചാ മതി, അന്ത്യനിമിഷങ്ങളിലും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപും ഇഞ്ചക്ഷൻ നൽകാൻ വന്ന ഡോക്ടറോട് ആവർത്തിക്കുന്നത് കേട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാ മോളെ എനിക്ക് സങ്കടം. ഭർത്താവും കുഞ്ഞുങ്ങളുമായി കഴിയേണ്ട പ്രായത്തിലാ നീ ഈ ഭാരങ്ങളൊക്കെ ചുമലിലേറ്റുന്നത്. ഒരിക്കലല്ല, പലതവണ അച്ഛനിൽ നിന്നും കേൾക്കേണ്ടി വന്ന വാക്കുകൾ. ഇതൊക്കെ ഭാരങ്ങളായി എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അതോർത്ത് വിഷമിക്കണ്ട. സമാധാനപ്പെടുത്താൻ താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതൊക്കെ അച്ഛന്റെ മുൻപിൽ അർത്ഥമില്ലാത്ത പാഴ്വാക്കുകളായിരുന്നു. അന്ത്യനിമിഷങ്ങളിലും അലിഞ്ഞു തീരാത്ത ദുഃഖം ആ മനസ്സിൽ ബാക്കി കിടന്നിട്ടുണ്ടാവും. തന്നെ സുമംഗലിയായി കാണാൻ കഴിയാത്തതിന്റെ ദുഃഖം. അധ്യായം 32. ഇടതൂർന്ന തെങ്ങിൻ തലപ്പുകൾക്കപ്പുറത്ത് പ്രഭാതത്തിന്റെ തിരുനാളങ്ങൾ. അവയ്ക്ക് ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഭംഗിയും കുളിരുമുണ്ടെന്ന് തോന്നി. ദിനകൃത്യങ്ങൾ എല്ലാം യാന്ത്രികമായിരുന്നു. മുകൾ ഭാഗം തുറന്നു കിടന്നിരുന്ന കുട്ടികളുടെ യൂറിനിൽ നിന്നാണ് ബക്കറ്റിൽ എടുത്തുകൊണ്ടുവന്നിരിക്കുന്ന വെള്ളം തലവഴി കോരി ഒഴിച്ചത്. കുളിച്ചെന്ന് വരുത്തുന്നവരെ വിമല ടീച്ചർ പുറത്ത് കാവൽ നിന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഒട്ടൊരു ആശ്വാസം ഉണ്ടാകാതിരുന്നില്ല. പിന്നെ വിമല ടീച്ചറിന്റെ ഊഴമായി. മടങ്ങി വരുമ്പോൾ കുളിക്കാനിറങ്ങുന്ന വേഷത്തിൽ സുലേഖ വരാന്തയിൽ കാത്തു നിന്നിരുന്നു. 2 പേർക്കുമുള്ള ഭക്ഷണപ്പൊതി വാങ്ങി ബാഗിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അത് കഴിക്കുമ്പോഴേക്കും ചായ കൊണ്ടുവരും. മണി 8 തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപ് തന്നെ സമ്മേളന നഗർ സജീവമായിരുന്നു. തലേന്ന് തങ്ങൾ വന്നതിന് ശേഷവും ബസ്സുകൾ വന്നെത്തിയിരുന്നത് ഓർത്തു. മായയെ ആരോ ഇവിടെ അന്വേഷിച്ചിരുന്നു. 4-5 ചുവട് വെച്ച് കഴിഞ്ഞ് സുലേഖ തിരിഞ്ഞു നിന്നു. മനസ്സുണർന്ന നിമിഷങ്ങൾ. ആരാണ് സുലേഖ? ഇവിടെയുള്ള ആരോ ആണെന്ന് സംസാരം കേട്ടപ്പോൾ തോന്നി. പിന്നീട് വരാമെന്നും പറഞ്ഞു പോയി. ടീച്ചേഴ്സ് വല്ലവരുമാണോ? ഉള്ളിലെ തിര തള്ളൽ അടക്കി പിടിച്ച് ചോദിച്ചു. അറിയില്ല, ഒരു ചെറുപ്പക്കാരനാ. 10-28 വയസ്സ് വരും. രാത്രി വന്നവരുടെ കൂട്ടത്തിൽ മായെന്നും പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നോ എന്നായിരുന്നു ആദ്യത്തെ അന്വേഷണം. ആരായിരിക്കും? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉദ്യോഗം ഉള്ളിൽ ചിറകുതുക്കി നിന്നു. ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് മായ ആർക്കെങ്കിലും എഴുതിയിരുന്നോ? ഇല്ല ടീച്ചർ. മായയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിലും അറിയിച്ചിരുന്നില്ലേ? ഇല്ല. പിന്നെ ആരാ തിരക്കി വരാൻ? എനിക്കും
ഒരെത്തും പിടിയും കിട്ടണില്ല. ആള് വരാമെന്നല്ലേ പറഞ്ഞത്? വരട്ടെ. കാത്തിരിപ്പ് ഏറെ നീണ്ടില്ല. ടീച്ചറിന് ഓർമ്മയുണ്ടോ നമ്മളെ? വരാന്തയിൽ വന്നു നിന്ന് നിറഞ്ഞ ചിരിയോടെ ചോദ്യം പറഞ്ഞ ചെറുപ്പക്കാരനെ എത്ര ശ്രമിച്ചിട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓർമ്മയുടെ ചെപ്പിൽ ആ മുഖം പരതി നോക്കി. ടീച്ചറിന് ഒരു മാറ്റവുമില്ല. ഇന്നലെ രാവിലെ ബസ്സിന്ന് ഇറങ്ങി വന്നപ്പോ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞേക്കണ്. രാത്രി ഇവിടെ ഉണ്ടായിരുന്നോ? അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും അധ്യാപകനാവുമോ എന്ന സംശയം ഉള്ളിൽ ഉണർന്നു. ഓവ്, നമ്മന്റെ ഹോട്ടലിന്ന് ഭക്ഷണം നിങ്ങൾക്കെല്ലാവർക്കും ഏർപ്പാട് ചെയ്തിരിക്കുന്നേ. ഒരു മേൽനോട്ടത്തിന് വന്നപ്പോഴാ ടീച്ചറെ കണ്ടത്. ആ സംസാരം കേട്ടപ്പോൾ താൻ പഠിപ്പിച്ച ഏതോ കുട്ടിയാവാനാണ് വഴിയെന്ന് തോന്നി. ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ല നമ്മളെ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇല്ലേ? തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഓവ്, GUPSൽ വെച്ച് അന്ന് ടീച്ചർമാര് താമസിക്കുന്ന വീട് കാണിക്കാൻ നമ്മളെയും കൂട്ടിപ്പോയത് ഓർക്കുന്നില്ലേ? മുഖത്തേക്ക് സാഗോദം നോക്കി നിന്നുകൊണ്ടായിരുന്നു ചോദ്യം. കുഞ്ഞലവി. നാവിൽ നിന്നും ആ പേര് വഴുതി വീണു. വിശ്വസിക്കാനാവുന്നില്ല. മൊട്ടത്തലയും മടക്കിക്കുത്തിയ കൈലിയുമായി അടക്കിയെടുക്കാൻ വരാറുള്ള ആ 14കാരൻ പയ്യനാണോ ഇത്? ഒരു ഹോട്ടൽ ഉടമയുടെ പത്രാസിൽ പഴയ ആ കോലം മുങ്ങിപ്പോയിരിക്കുന്നു. കുഞ്ഞലവിക്ക് ഒരുപാട് മാറ്റമുണ്ടിപ്പോൾ. ആ മുഖത്ത് വിടരുന്ന ചിരി തന്നിലേക്കും പടരുന്നു. ടീച്ചറിന് ആ മൊട്ടത്തലയാവും ഓർമ്മ വന്നത്. 10-18 വയസ്സ് കഴിഞ്ഞപ്പോ മുടി വടിച്ചിറക്കാൻ നമ്മൾ ഇരുന്ന് കൊടുത്തില്ല. സമൃദ്ധമായ മുടി കൈത്തലം കൊണ്ട് തടവി അവൻ പറഞ്ഞു, പഴയ കച്ചവടമൊക്കെ കളഞ്ഞോ? അതിപ്പോ ഉപ്പാന്റെ ബിസിനസ്സാണ്. നിക്കാഹൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് ഹോട്ടൽ തുടങ്ങി. കുട്ടികള് 3 പേര്, 2 ആണും 1 പെണ്ണും. ടീച്ചറിനോ? തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത്. തനിക്ക് വാക്കുകൾ നഷ്ടമായി. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാൻ വയ്യാത്ത അവസ്ഥ. തന്റെ ഒപ്പം ഇറങ്ങി വന്ന വിമല ടീച്ചർ എപ്പോഴും അകത്തേക്ക് മടങ്ങിയിരുന്നു. മറ്റാരും കേൾക്കാനില്ലാത്തത് കൊണ്ട് നാവിന് ധൈര്യം വന്നു. കുട്ടികളൊന്നും ആയിട്ടില്ല. ആട്ടെ, കുഞ്ഞലവി ഇപ്പോ വെറ്റിലപ്പറമ്പിലൊന്നും പോകാറില്ലേ? വിഷയം മാറ്റുന്നതിനേക്കാൾ ഉപരി ഉള്ളിൽ ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു. ഉപ്പയാണ് പോയി വരവൊക്കെ. നമ്മൾ ഒടുവിൽ പോയത് ഹസനിക്കാന്റെ മരിപ്പിനാ. കയ്പുള്ളതെന്തോ കടിച്ചതുപോലെ തോന്നി ആ വാർത്ത കേട്ടപ്പോൾ. എന്നായിരുന്നു? കുഞ്ഞലവി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. വേർപെടുത്തിയെടുക്കാനാവാത്ത എന്തോ ഒന്ന് മനസ്സിൽ കുരുങ്ങിക്കിടക്കുന്നതറിഞ്ഞു. എങ്ങനെയായിരുന്നു ആ അന്ത്യം? ദിവസം ഒന്നും നിശ്ചയില്ല ടീച്ചറെ. വർഷം 1 കഴിഞ്ഞേക്കണെന്നാ തോന്നണേ. താഴെയുള്ളവരോ? അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഉള്ളിലെ തിരതള്ളൽ അടക്കിപ്പിടിക്കാൻ ഒരുപാട് പണിപ്പെടേണ്ടി വന്നു. അബൂഖാന്റെ കാര്യം ടീച്ചർ അറിഞ്ഞില്ലേ? ആ ചോദ്യത്തിന്റെ മുന ഒരു ഈർച്ചമാളായി ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. മനസ്സാകെ വിറങ്ങലിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരു സ്വപ്നത്തിൽ എന്നോണം കുഞ്ഞലവിയുടെ വാക്കുകൾ കാതുകളിൽ പതിഞ്ഞു. ആ ഇക്കാക്കാനെ ഇപ്പോ പുറത്തേക്കൊന്നും വിടാറില്ല. ഹസനിക്ക മയ്യത്താവുന്നതിനു മുമ്പ് തന്നെ ഓനും കുറേശ്ശെ ദീനം കണ്ടിരുന്നു. ആൾക്കാരുടെ വെട്ടത്തൊന്നും വരാറില്ല. ഹസനിക്കാനെ നോക്കുന്ന ആള് തന്നെയാ കാവലിന്. സിരകളിൽ രക്തമിരയ്ക്കുന്നതറിഞ്ഞു. കണ്ണുകളിൽ ഇരുൾ വന്നു മൂടുന്നു. കാൽ കീഴിലെ ഭൂമി തെന്നിമാറുന്നത് പോലെ. വാതിലിൽ ചാരി നിന്നിരുന്നത് കൊണ്ടാണ് താൻ താഴേക്ക് ഓർന്നു വീഴാതിരുന്നതെന്ന് മായ ഓർത്തു. ഉള്ളിൽ ആർത്തിരമ്പുന്ന തിരമാലകൾ. ഇളയ പയ്യൻ ഒപ്പം പഠിച്ച ഒരു ഡോക്ടർ പെണ്ണിനെ കല്യാണം കഴിച്ചു. ഈ നാട്ടില് ഒരുപാട് പുകിലുണ്ടാക്കിയ ഒരു കല്യാണമായിരുന്നു അത്. കുഞ്ഞലവിയുടെ വാക്കുകൾ ഏതോ ഗുഹാമുഖത്തു നിന്ന് ഇഴഞ്ഞു വരികയാണെന്ന് തോന്നി. ടീച്ചർ എന്താ വല്ലാതെ നിൽക്കുന്നേ? ആ നോട്ടം തന്റെ മുഖത്ത് തന്നെ തങ്ങി നിൽക്കുന്നതറിഞ്ഞു. ഒന്നുമില്ല കുഞ്ഞലവി, എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ ചെല്ലട്ടെ നമ്മള്, ഉച്ചയ്ക്ക് കാണാം. യാത്ര പറഞ്ഞ് ആ രൂപം നടന്നകന്നിട്ടും തരിച്ചു നിൽക്കുകയായിരുന്നു താൻ. ഈശ്വര, ഇങ്ങനെയൊന്ന് കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നോ താൻ നേർച്ചയും നിലവിളക്കുമായി കാത്തിരുന്നത്? ഉള്ളിലെ വിതുമ്പലുകൾ അടക്കാനാവുന്നില്ല. ഉറക്കെ ഒന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ തെല്ലൊന്ന് ആശ്വാസം കിട്ടുമായിരുന്നു. പക്ഷെ വയ്യല്ലോ. തലേന്ന് കിടന്ന ബെഞ്ചിനരികിലേക്ക് വേച്ചു വേച്ചാണ് നടന്നെത്തിയത്. പോയോ ആ പയ്യൻ? വിമല ടീച്ചർ തിരക്കി. ഓവ്. സ്വരം പതറാതിരിക്കാൻ ശ്രമപ്പെട്ടു. പതിയെ ബാഗിലേക്ക് തലവെച്ച് ചെരിഞ്ഞു കിടന്നു. എന്തു പറ്റി മായേ? ഉറക്കം ശരിയാകാഞ്ഞത് കൊണ്ടാവും. നല്ല ക്ഷീണം തോന്നുന്നു ഇപ്പോ. കുളി കഴിഞ്ഞപ്പോഴാ ക്ഷീണം കൂടുന്നത്? ടീച്ചർ ചോദിച്ചു. മുറിയിലുണ്ടായിരുന്നവരൊക്കെ ഒരുറക്കം കഴിഞ്ഞ് ബാഗ് ഒതുക്കി വെക്കുകയാണ്. പുറത്ത് ലൗഡ് സ്പീക്കറിൽ നിന്നുയർന്ന ചലച്ചിത്രഗാനം കാതുകളിൽ വന്നലയ്ക്കുകയാണ്. നാശം,
ഇതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ സ്വസ്ഥത കിട്ടിയേനെ. വിമല ടീച്ചർ പറയുന്നത് കേട്ടു. മനസ്സിന്റെ പിടച്ചിൽ അപ്പോഴും അവസാനിക്കുന്നില്ല. സർവാംഗവും വീറിട്ടതുപോലെ. മായയ്ക്ക് ഇനി ഒന്നിനും ആവില്ല. ഒന്നിനും. എന്തിനു വേണ്ടിയായിരുന്നു ഈ ദൂരമത്രയും താണ്ടി താൻ എത്തിയത്? ആ ചോദ്യം ഉള്ളിൽ എഴുന്നു നിൽക്കുന്നു. കണ്ണുകൾ അടച്ച് നിവർന്നു കിടക്കുമ്പോൾ മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കാൻ ശ്രമിച്ചു നോക്കി. കഴിയുന്നില്ല. നഷ്ടപ്പെട്ടത് ഇച്ഛാശക്തിയാണെന്ന് ഓർത്തു. എന്തു പറ്റി മായ? ഉറക്കം വരുന്നോ? വാതിൽ കടന്നു വന്ന സുലേഖയുടെ കാലടികൾ തനിക്കരികിൽ അവസാനിക്കുന്നതറിഞ്ഞു. മിഴികളിൽ ആരോ ഭാരം കയറ്റി വെച്ചതുപോലെ. പെട്ടെന്ന് തുറക്കാനായില്ല. കുളി കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം. വിമല ടീച്ചറാണ് മറുപടി പറഞ്ഞത്. എല്ലാവരെയും വിളിച്ചിട്ട് ചെല്ലാൻ ശശി സാറ് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. യോഗം തുടങ്ങുന്നോ ഇപ്പോ? ഉവ്, 1-2 പ്രസംഗകര് എത്തിയിട്ടുണ്ട്. സ്ഥലം MLA കാത്തിരിക്കുക. സദസ്സില് ആരുമില്ല. അതാ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞത്. നിങ്ങള് പൊയ്ക്കോളൂ, ഞാൻ പിന്നാലെയുണ്ട്. തന്റെ സ്വരം തളർന്നിരുന്നു. തനിച്ച് കിടക്കാനോ ഇവിടെ? അത് വേണ്ട, അവിടെ വന്നിരിക്കും മായ. ക്ഷീണമൊക്കെ തനിയെ മാറിക്കോളും. അവൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. ഇവിടെ തനിച്ച് കിടക്കണ്ട. മുറിയിലുണ്ടായിരുന്നവർ ഒന്നടങ്കം പറഞ്ഞു. നിനക്ക് എവിടെയോ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞതോ? സുലേഖയ്ക്ക് അപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയാതെ മനസ്സുഴറി. പോവുകയും വേണം. സ്വയം അറിയാതെ വാക്കുകൾ നാവിൻ തുമ്പിൽ നിന്ന് വഴുതി വീണു. ഈശ്വര, ആരെ കാണാൻ വേണ്ടി? മായയെ തിരിച്ചറിയാൻ കഴിയാതെ പതറുന്ന നോട്ടവുമായി. പൊടുന്നനെ ഓർമ്മ വന്നത് ഹസനിക്കയുടെ നിൽപ്പും ഭാവവുമാണ്. ആ സ്ഥാനത്താണിപ്പോൾ. ഹൃദയം വലിഞ്ഞു മുറുകുകയാണെന്ന് തോന്നി. എഴുന്നേറ്റ് വാ. സുലേഖ വലിച്ചെഴുന്നേൽപ്പിച്ചു. അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മുറി പൂട്ടി താക്കോൽ സുലേഖ തന്നെ കയ്യിൽ വെച്ചു. ഹാളിന്റെ ഒരരികിലായി കടന്നിരിക്കുമ്പോഴും തലയുടെ പെരുപ്പ് മാറിയിരുന്നില്ല. പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു തീരുമാനമെടുക്കാനാവാതെ ഉള്ളം പതറി നിൽക്കുന്നു. നിറഞ്ഞ സദസ്സിലായിരുന്നു താൻ. എന്നിട്ടും കാഴ്ചയും കേൾവിയും ഒക്കെ അകന്നു പോകുന്നു. കാതിൽ വന്നലയ്ക്കുന്ന രാഷ്ട്രീയം കൂടിക്കഴിഞ്ഞ വാക്കുകൾക്ക് അർത്ഥം നഷ്ടമാവുന്നു. മുന്നിൽ ഒരേ ഒരു മുഖമേ ഉള്ളൂ. മിഴികളിൽ പ്രകാശരേണുക്കളും ചുണ്ടുകളിൽ വശ്യമായ മന്ദഹാസവുമായി തനിക്കെതിരെ നടന്നുവരുന്ന ആ രൂപം. ആ സ്ഥാനത്ത് എങ്ങും ഉറയ്ക്കാത്ത നോട്ടവുമായി ഒരാൾ. സിരകളിൽ അഗ്നിനാളങ്ങൾ പടരുന്നതറിഞ്ഞു. ഇങ്ങനെയൊരു അഗ്നിപരീക്ഷ നേരിടാൻ വേണ്ടിയാണോ താൻ ഈ ദൂരമത്രയും യാത്ര ചെയ്തത്? എന്തായാലും കാണണം, കണ്ടേ തീരൂ. തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിലെ ചാഞ്ചല്യം അടങ്ങി. ഇങ്ങനിരുന്നാൽ ശരിയാവില്ല സുലേഖ. എനിക്ക് ആ വീട് വരെ ഒന്ന് പോകണം. ക്ഷീണവും തളർച്ചയും ഒന്നും സ്വരത്തിൽ കടന്നുകൂടാതിരിക്കാൻ പണിപ്പെട്ടു. വയ്യെന്നൊക്കെ പറഞ്ഞിട്ട്? അതൊക്കെ മാറി. പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരാം. പെട്ടെന്നിങ്ങ് പോരുകയാണെങ്കിൽ ഞാനും കൂടി വരാമായിരുന്നു. അവൾ സൗമനസ്യം കാട്ടി. വേണ്ട സുലേഖ, നിന്നെ ആരെങ്കിലും തിരക്കും. ഇവിടെ അടുത്ത് തന്നെയാ. ഞാൻ പോയിട്ട് വേഗം എത്താം. ശശി സാറിനോട് പറഞ്ഞിട്ടുണ്ടോ? ഉവ്. എന്തായാലും ആ വീട്ടുപേരൊന്ന് പറഞ്ഞേക്ക്. അത്യാവശ്യം വല്ലതുമുണ്ടെങ്കിൽ തിരക്കി വരാമല്ലോ. വെറ്റിലപ്പറമ്പിനെ കുറിച്ച് തന്നിൽ നിന്നും ഒരുപാട് കേട്ടിട്ടുണ്ട് സുലേഖ. മറയ്ക്കേണ്ടത് മറച്ചു വെച്ചാണ് പറഞ്ഞിട്ടുള്ളതും. വിമല ടീച്ചറിനോടും യാത്ര പറഞ്ഞിറങ്ങി നടന്നു. സ്കൂളിനകത്തും പുറത്തും നന്നേ തിരക്കുണ്ട്. പരിചയക്കാരുടെ മുന്നിൽ ചെന്ന് പെടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗേറ്റ് കടന്ന് കവലയിലേക്ക് നടന്നത്. ഭാഗ്യത്തിന് ഒഴിഞ്ഞ ഒരു ഓട്ടോ എതിരെ വന്നു. കൈ കാണിക്കേണ്ട താമസം. അത് നിർത്തി. പോകുന്ന സ്ഥലം കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. തെങ്ങിൻ തോപ്പിലേക്ക് തിരിയുന്നിടം വരെ വാഹനം പോവുകയുള്ളൂ എന്ന് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞാൽ കയറ്റമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാൽനടയായി പിന്നിട്ടിരുന്ന വഴിയെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ മനസ്സ് വിതുമ്പുകയായിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയായിരുന്നില്ല തൻ്റേതെന്ന് ഓർത്തു. ഒറ്റയടിക്കാണ് എല്ലാം മാറി മറിഞ്ഞത്. കുഞ്ഞലവിയെ കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. എവിടെയാ പോണ്ടേ? ഓട്ടോ ഡ്രൈവറുടെ ചോദ്യം സ്ഥലകാലം മുളവാക്കി. വഴി തിരിഞ്ഞു നടക്കേണ്ട തെങ്ങിൻ തോപ്പ് തിരയുകയായിരുന്നു കണ്ണുകൾ. എതിരെയുള്ള മുസ്ലിം പള്ളിയായിരുന്നു അടയാളം. പള്ളിക്ക് എതിർവശം ഇറങ്ങിയാൽ മതി. നിമിഷങ്ങൾക്കകം പള്ളിയുടെ മീനാരം കാണപ്പെട്ടു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് പിന്നീട് ഓട്ടോയിൽ ഇരുന്നത്. നിരത്തിൽ നിന്ന് പണ്ട് താൻ വഴി തിരിഞ്ഞു നടക്കാറുള്ള ഒറ്റയടി പാതയായിരുന്നില്ല മുന്നിൽ. പകരം ചരൽ റോഡ്. അതിനു മുന്നിലാണ് ഓട്ടോ നിന്നത്. തനിക്ക് വഴി തെറ്റിയോ? എങ്ങോട്ടേക്കാണ് ഈ റോഡ്? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല.
നിങ്ങൾക്ക് എവിടെയാ പോവണ്ടേ? ഒരു മറുചോദ്യമായിരുന്നു ഉത്തരം. ഓട്ടോ ഡ്രൈവറുടെ ക്ഷമയറ്റിട്ടുണ്ടെന്ന് തോന്നി. വെറ്റില പറമ്പിലേക്ക്. നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? ആ വീട്ടിലേക്കുള്ളതാ ഈ റോഡ്. മുൻപ് ഇതുണ്ടായിരുന്നില്ല. ഇതുണ്ടാക്കിയിട്ട് 1-2 കൊല്ലമേ ആയിട്ടുള്ളൂ. കയറിൻ, അവിടെ ഇറക്കിത്തരാം. വീണ്ടും കയറിയിരുന്നു. ഒരിരമ്പലോടെ ഓട്ടോ ചരൽപ്പാതയിലേക്ക് കടന്നു. തന്റെ മനസ്സ് പിന്നെയും വിക്ഷുബ്ധമായി തുടങ്ങിയിരിക്കുന്നുവെന്ന് മായ അറിഞ്ഞു. അടുത്ത ഭാഗം നാളെ. പ്രിയ ശ്രോതാക്കളെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.